Hi, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീക്കിംഗ് നമ്മൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ പല ക്ലാസ്സസ് ആയിട്ട് ലിസണിങ്ങിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം, വായിച്ച് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ സ്പീക്കിങ്ങിലേക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ, സ്പീക്കിംഗ് വരെ അതിനെ എത്തിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പാർട്ടിൽ വരുമ്പം നമ്മൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയി പോവും. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ചിലരൊരു പ്രത്യേക സ്റ്റേജിലാണ്, അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, അവർക്ക് ആ ഫ്ലൂവിൽ എഴുതാൻ പറ്റും, അവർക്ക് നന്നായിട്ട് കേട്ടാൽ മനസ്സിലാവും, അവർക്ക് വായിക്കാനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്പീക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി ട്രബിൾ വരുന്ന ആളുകളുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർ ബാക്കി എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്തു, അതായത് ലിസണിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, റീഡിങ് കോൺസെൻട്രേറ്റ് ചെയ്തു, റൈറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്തു, പക്ഷേ സ്പീക്കിങ്ങിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ല. സോ സ്പീക്കിങ്ങിൽ എങ്ങനെ ഫോക്കസ് ചെയ്യാം, എങ്ങനെ നമ്മൾക്ക് കുറച്ച് ഈസി വേസിലൂടെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ സ്പീക്കിംഗ് ഫ്ലുവൻ്റ് ആക്കാം എന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് വേർഡ്സ് പഠിക്കുക എന്നുള്ളത് സ്പീക്കിങ്ങിന് വേണ്ടി. ഓക്കെ, ചില വേർഡ്സ് മാത്രം നമ്മൾ ചൂസ് ചെയ്ത് ചിലർ ചെയ്യുന്നുണ്ട് 5 വേർഡ്സ് എല്ലാ ദിവസവും പഠിക്കുക, അത് എഴുതി വെക്കുക, അത് പിന്നെ യൂസ് ചെയ്യാതിരിക്കുക, അത് മറന്നു പോവുക, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരിക്കുക. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നമ്മൾ വേർഡ്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് എന്ത് പഠിക്കണം, ഫ്രേസസ് പഠിക്കണം. സോ ലേൺ ഇംഗ്ലീഷ് ഇൻ ഫ്രേസസ് ദാൻ ഇൻ വേർഡ്സ്. അപ്പോൾ അതും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൗ ആർ യു ഡൂയിങ് എന്ന് പറയാൻ വേണ്ടി നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കത് ആ ഫ്ലോയിൽ അങ്ങ് വരും. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ആരോടെങ്കിലും ചോദിക്കണം, സോ ക്യാൻ ഐ ആസ്ക് യു ഇഫ് എന്നുള്ള ഫ്രേസ്, സോ ക്യാൻ ഐ ആസ്ക് യു ഇഫ് എന്നൊരു ഫ്രേസ്, അല്ലെങ്കിൽ ക്യാൻ യു ടെൽ മീ ഇഫ്. ഓക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രേസസാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഫ്രേസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആസ്ക് ആണോ ടെൽ ആണോ ടു മീ ആണോ പറയേണ്ടത്, എന്താണ് നമ്മൾ വേർഡ്സ് മാത്രമേ പഠിച്ചിട്ടില്ലെങ്കിൽ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഫംബിൾ ചെയ്യുന്നത്, നമുക്ക് ഒരു തടസ്സം വരുന്നത് സംസാരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഫ്രേസസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇച്ചിരി കൂടെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. സോ അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പം നമ്മൾ വേർഡ്സ് പഠിക്കുന്നതിന് പകരം ഫ്രേസസും കൂടെ പഠിക്കുക. അതിനുശേഷം നമ്മൾ ടെക്നോളജി ഇപ്പം നമ്മൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആണെന്ന് നമുക്കറിയാം. ഈ ടെക്നോളജി യൂസ് ചെയ്യുക. ഓക്കെ, മേക്ക് ടെക്നോളജി യുവർ പാർട്ട്ണർ. സോ നമ്മൾക്കിപ്പം സിറി, ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്മളുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എന്ത് ഗാഡ്ജറ്റ്സ് ആണോ അതിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ടെക്നോളജി യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾക്കിപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് വി ക്യാൻ ഹാവ് എ ചാറ്റ് വിത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്. സോ നമ്മൾ വേറെ ആരോടും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ പ്രശ്നമൊക്കെ വരുന്നത്. വെറുതെ ഇങ്ങനെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ചെയ്ത് അതിൽ നമ്മൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്തെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ ഡൗട്ട്സ് ചോദിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ചിലപ്പം ചില കേസസിൽ അത് വെറുതെ ഒരു ഫണ്ണി എൻ്റർടൈൻമെൻറ്റ് കാര്യമായിട്ട് ചെയ്യുക. അത് ചിലപ്പോൾ നമ്മൾക്ക് ഗുണം ചെയ്തേക്കും. സോ ആ രീതിയിൽ നമ്മൾ ഒട്ടും യൂട്ടിലൈസ് ചെയ്യാതിരിക്കരുത് ടെക്നോളജീനെ സ്പീക്കിങ്ങിന് വേണ്ടിയും കൂടെ യൂസ് ചെയ്യുക. നമ്മൾ വായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ലിസണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെ നമ്മൾ സ്പീക്കിങ്ങിന് വേണ്ടിയും യൂസ് ചെയ്യുക. ഫ്രീ ആപ്സ് ഒക്കെ ഒത്തിരി ഉണ്ട് നമ്മളെ സ്പീക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. സോ അതൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇച്ചിരി എന്തെങ്കിലും പ്രശ്നമുള്ളവരാണല്ലേ സ്വന്തമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടേതായിട്ടുള്ള കംഫർട്ടബിൾ സ്പേസിൽ നമ്മളുടെ റൂമിൽ തന്നെയായിരിക്കും നമുക്ക് നമ്മളോട് തന്നെ സംസാരിച്ചുകൂടെ. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ അമ്മേനെ വിളിക്കാൻ പോവുകയാണ്. സോ ഐ ക്യാൻ സേ ഐ എം അബൌട്ട് ടു കോൾ മൈ മോം. അത് എന്നോട് തന്നെ എനിക്ക് പറയാം അല്ലേ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഒന്ന് പുറത്ത് ഷോപ്പിങ്ങിന് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്. സോ യു ക്യാൻ ബേസിക്കലി സേ ഐം ഗോയിങ് ഔട്ട്. ഓക്കെ, സോ ദാറ്റ് ക്യാൻ ബി ഫോർ ഷോപ്പിംഗ് ഓർ ഫോർ എനിത്തിങ് എൽസ്, നോ മാറ്റർ. റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എന്നും ഓഫീസിൽ പോകുന്ന ആളാണ് അല്ലേ. സോ ഐം ഗോയിങ് ടു ഓഫീസ്, അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് അത് വെച്ചിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും ഐ എം ഗോയിങ്
ഫോർ എ ഷോപ്പിംഗ് എന്ന് നമ്മൾ എടുത്ത് പറയണം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ അത് ഞാൻ എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴാണേലും അതിനെപ്പറ്റി നമുക്ക് ഒന്ന് ആലോചിക്കാം, ഞാനതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കണ്ടു, എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം കണ്ടു, സോ യു ക്യാൻ ബേസിക്കലി സേ ഹീസ് ടോക്കിംഗ് ടു ഹർ, അല്ലെങ്കിൽ ദേ ആർ ഹാവിങ് എ കോൺവെർസേഷൻ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മളോട് തന്നെ, നമ്മൾ പുറത്ത് പറയണം എന്നില്ല കേട്ടോ, നമ്മളൊരു പബ്ലിക് പ്ലേസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളെ ചിന്തിക്കാനും കൂടെ അത് സഹായിക്കും. അല്ലാത്ത കേസസിൽ നമ്മൾ തനിച്ചിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ അത് പറഞ്ഞും കൂടെ പഠിക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ ബ്രെയിൻ ഇഫക്റ്റീവായിട്ട് അതിനെ ക്യാച്ച് ചെയ്യാനും നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീച്ച്. ഇംഗ്ലീഷ് എവിടെ കേൾക്കുന്നോ അതെല്ലാം ഇംഗ്ലീഷ് സ്പീച്ചാണ്. ഓക്കെ, അതിപ്പം ഇംഗ്ലീഷ് സ്പീച്ച് എന്ന് തന്നെ ഞാൻ എടുത്ത് പറയുന്നില്ല, ഇംഗ്ലീഷിനോട് നിങ്ങളെ തന്നെ സറൗണ്ട് ചെയ്യുക. ഓക്കെ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഇംഗ്ലീഷ്. സോ അത് നമ്മൾക്ക് പാട്ടിലൂടെ ആവാം, മൂവീസ് കാണുന്നതിലൂടെ ആവാം, പോഡ്കാസ്റ്റ് കേൾക്കുന്നതിലൂടെ ആവാം, അങ്ങനെ എന്തിലൂടെ ആണെങ്കിലും ഇൻ്റർവ്യൂസ് കാണുന്നതിലൂടെ ആവാം. അവിടെയൊക്കെ നമ്മുടെ ആ ഒരു കോൺവെർസേഷൻ എങ്ങനെ ഇംഗ്ലീഷിലൂടെ ചെയ്യാം, എങ്ങനെ എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാൽ ചുറ്റപ്പെടുക. നമ്മൾ ബാക്കിയുള്ള സമയം, നമ്മൾ സംസാരിക്കാത്ത സമയത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കാണുന്നു, ഒരു മൂവി കാണുന്നു വൈകുന്നേരങ്ങളിലൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇമിറ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, നോട്ട് ടെക്നോളജി, സോറി. സോ ഇമിറ്റേഷൻ ടെക്നിക്ക് ഇങ്ങനെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൂവി കാണാൻ, അപ്പോൾ അതിനകത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോണലോഗ് വരെയാണ്, നായകൻ ഇങ്ങനെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്, അവിടെ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് പാരഫ്രേസ് ചെയ്ത്, അങ്ങനെ തന്നെ പറയണ്ട കേട്ടോ, അങ്ങനെ തന്നെ പറഞ്ഞാൽ കോപ്പി ആയിപ്പോൾ. അദ്ദേഹം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആ പറഞ്ഞ കാര്യത്തിനെ നമ്മളൊന്ന് പാരഫ്രേസ് ചെയ്ത് പറയാൻ നോക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെ പിന്നെയും സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂ കാണുകയാണ്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ ഇൻ്റർവ്യൂവി എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ചൊരു ക്വസ്റ്റ്യനോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമോ നിങ്ങൾക്ക് തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് അതേ കാര്യം നിങ്ങളുടെ ശൈലിയിലൊന്ന് പറഞ്ഞു നോക്കുക. സോ ഈ ഇമിറ്റേഷൻ ടെക്നിക്ക് നമ്മളെ സ്പീക്കിങ്ങിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു പ്രോ ടിപ്പും കൂടെ ഉണ്ട്, പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. അത് ഞാൻ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ പോലെ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ജാം സെഷൻസിലൂടെ നമ്മൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് ബെറ്ററായിട്ട് പഠിക്കാം എന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സൊക്കെ പറഞ്ഞു തരാം. അപ്പം ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ സ്പീക്കിങ്ങിന് വേണ്ടി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഇനി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ട്രെയിനറിനെ കിട്ടും. നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരാൻ വേണ്ടി നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു പാർട്ട്ണർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സാപ്പ് ലിങ്കും അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കാനുള്ള നമ്പറും ഒക്കെ ഉണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കൗൺസിലർ തിരിച്ച് കോൺടാക്ട് ചെയ്യും. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ അവർ ഫാമിലി. താങ്ക് യു സോ മച്ച്. English Mithra. Stop worrying, start learning.